മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ജന്മദിനം എന്നത് ഓരോ വർഷവും അദ്ദേഹത്തിന്റെ ആരാധകർക്ക് വലിയ ആഘോഷമാണ്. എന്നാൽ പതിവ് ആഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ മമ്മൂട്ടിയുടെ പിറന്നാൾ കൂടുതൽ പേരുടെ ജീവിതത്തിന് ആശ്വാസമേകുന്ന ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വഴിയൊരുക്കുകയാണ്. സെപ്റ്റംബർ 7-ന് മമ്മൂട്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ലോകമെമ്പാടുമുള്ള ആരാധകർ വിപുലമായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുമായി രംഗത്തെത്തുകയാണ്. മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷന്റെ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിലാണ് ഈ വലിയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. 17 രാജ്യങ്ങളിലായി ഏകദേശം 40,000 പേർ രക്തദാനം നടത്തുക എന്ന വലിയ ലക്ഷ്യമാണ് ആരാധകർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒരു താരത്തിന്റെ ജന്മദിനാഘോഷത്തെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന പ്രവർത്തനമാക്കി മാറ്റുക എന്ന ആശയത്തിലാണ് ഈ ക്യാമ്പയിൻ മുന്നോട്ട് പോകുന്നത്. വിവിധ രാജ്യങ്ങളിലുള്ള മമ്മൂട്ടി ആരാധകർ ഒരേ ലക്ഷ്യത്തോടെ കൈകോർക്കുമ്പോൾ ഇതൊരു ആരാധക കൂട്ടായ്മയുടെ പ്രവർത്തനം മാത്രമല്ല, വലിയൊരു സാമൂഹ്യ സന്ദേശം കൂടിയായി മാറുകയാണ്. രക്തം ആവശ്യമായ നിരവധി രോഗികൾക്കും അപകടത്തിൽപ്പെടുന്നവർക്കും ശസ്ത്രക്രിയകൾക്ക് വിധേയരാകുന്നവർക്കും രക്തദാനം ഏറെ നിർണായകമാണ്. പലപ്പോഴും ആശുപത്രികളിൽ ആവശ്യമായ രക്തത്തിന്റെ ലഭ്യത ഉറപ്പാക്കുന്നത് വലിയ വെല്ലുവിളിയാകാറുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഒരേ സമയം ആയിരക്കണക്കിന് ആളുകൾ രക്തദാനത്തിന് മുന്നിട്ടിറങ്ങുന്നത് വലിയ സാമൂഹിക ഇടപെടലാണ്. മമ്മൂട്ടിയുടെ പിറന്നാൾ ദിനത്തെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ ക്യാമ്പയിൻ രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനും സഹായമാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ഈ പ്രവർത്തനത്തിന്റെ മറ്റൊരു പ്രത്യേകത മമ്മൂട്ടി ആരാധകർക്ക് മാത്രം പരിമിതിപ്പെടുന്നില്ല എന്നതാണ്. വിദ്യാർത്ഥികൾ, വിവിധ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരും ക്യാമ്പയിന്റെ ഭാഗമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 40,000 പേരുടെ രക്തദാനം എന്ന ലക്ഷ്യം ഒരു ഫാൻസ് അസോസിയേഷന്റെ പരിപാടി എന്നതിലുപരി വിവിധ വിഭാഗങ്ങളിലുള്ള ആളുകളെ ഒന്നിപ്പിക്കുന്ന വലിയൊരു സാമൂഹ്യ സംരംഭമായി മാറുകയാണ്. കേരളത്തിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലുമുള്ള മമ്മൂട്ടി ആരാധകർ ഈ പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. 17 രാജ്യങ്ങളിലായി നടക്കുന്ന രക്തദാന പരിപാടികളിലൂടെ മമ്മൂട്ടിയുടെ ആരാധക കൂട്ടായ്മയുടെ ആഗോള സാന്നിധ്യവും വ്യക്തമാക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്ന ആരാധകർ തങ്ങളുടെ പ്രിയ താരത്തിന്റെ പിറന്നാൾ വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ അതിന്റെ കേന്ദ്രബിന്ദു ആഘോഷമല്ല, സേവനമാണ് എന്നാണ് ശ്രദ്ധേയമായ കാര്യം. രക്തദാനത്തിനു പുറമെ കേരളത്തിലുടനീളം നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കും പദ്ധതിയുണ്ട്. അനാഥാലയങ്ങളിൽ അന്നദാനം നടത്തുക, വിവിധ പ്രദേശങ്ങളിൽ പരിസര ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കും. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിലുള്ളവർക്കൊപ്പം നിൽക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അനാഥാലയങ്ങളിലെത്തി ഭക്ഷണം വിതരണം ചെയ്യുന്നതിലൂടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിന്റെ ആവശ്യം നിറവേറ്റുന്നതിനൊപ്പം അവിടെയുള്ളവരുമായി സമയം ചെലവഴിക്കാനും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനും ആരാധകർക്ക് അവസരം ലഭിക്കും. അതേസമയം പരിസര ശുചീകരണ പ്രവർത്തനങ്ങൾ പൊതുസ്ഥലങ്ങളുടെ ശുചിത്വത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനും സഹായമാകും. അതായത് രക്തദാനം മുതൽ അന്നദാനം വരെയും ശുചീകരണ പ്രവർത്തനങ്ങൾ മുതൽ മറ്റ് സാമൂഹ്യ സേവനങ്ങൾ വരെയും വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തന പരമ്പരയ്ക്കാണ് മമ്മൂട്ടിയുടെ പിറന്നാൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇത്തവണത്തെ 40,000 പേരുടെ രക്തദാനം എന്ന ലക്ഷ്യത്തിന് പിന്നിൽ മുൻ വർഷങ്ങളിലെ പ്രവർത്തനങ്ങളുടെ ആത്മവിശ്വാസമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ 25,000 പേരുടെ രക്തദാനം വിജയകരമായി സംഘടിപ്പിക്കാൻ മമ്മൂട്ടി ആരാധകർക്ക് കഴിഞ്ഞിരുന്നു. ആ പ്രവർത്തനത്തിന്റെ തുടർച്ചയായാണ് ഇത്തവണ ലക്ഷ്യം കൂടുതൽ വിപുലമാക്കിയിരിക്കുന്നത്. 25,000 എന്ന സംഖ്യയിൽ നിന്ന് 40,000 എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ മുൻ വർഷങ്ങളിലെ അനുഭവവും വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളുടെ സഹകരണവും നിർണായകമാകുമെന്നാണ് പ്രതീക്ഷ. ഒരു താരത്തിന്റെ ജന്മദിനം സാധാരണയായി കേക്ക് മുറിക്കൽ, ആഘോഷ പരിപാടികൾ, ആശംസകൾ തുടങ്ങിയവയിലൂടെയാണ് ആരാധകർ ആഘോഷിക്കുന്നത്. എന്നാൽ മമ്മൂട്ടിയുടെ ആരാധകർ ഇത്തരം ആഘോഷങ്ങൾക്കൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകുകയാണ്. ആരാധനയെ സാമൂഹിക ഉത്തരവാദിത്തമായി കൂട്ടിച്ചേർക്കുന്ന മാതൃകയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രിയ താരത്തോടുള്ള സ്നേഹം മറ്റൊരാളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു പ്രവൃത്തിയായി മാറ്റുക എന്നതാണ് ഈ ക്യാമ്പയിന്റെ പ്രധാന സന്ദേശം. മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിന് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. മലയാള സിനിമയിലെ മെഗാസ്റ്റാർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വലിയ ആരാധക സമൂഹമാണുള്ളത്. ഓരോ പിറന്നാളും ആരാധകർക്ക് ഓരോ ആഘോഷ അവസരമാണ്. എന്നാൽ ഇത്തവണ ആഘോഷത്തിന് കൂടുതൽ വലിയൊരു സാമൂഹ്യ അർത്ഥം നൽകുകയാണ് ആരാധകർ. സ്വന്തം പ്രിയ താരത്തിന്റെ ജന്മദിനത്തിൽ രക്തം ദാനം ചെയ്യുകയും വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുകയും ചുറ്റുപാടുകൾ വൃത്തിയാക്കുകയും ചെയ്യുന്നതിലൂടെ ആഘോഷം സമൂഹത്തിന് തിരിച്ചു നൽകുന്ന ഒരു അവസരമാകുകയാണ് അവർ. 40,000 പേരുടെ രക്തദാനം എന്ന ലക്ഷ്യം കൈവരിക്കാനായാൽ അത് മമ്മൂട്ടി ആരാധകരുടെ കൂട്ടായ പ്രവർത്തനത്തിലെ മറ്റൊരു വലിയ നേട്ടമായി മാറും. അതോടൊപ്പം ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ ആളുകളെ രക്തദാനത്തിലേക്കും സാമൂഹ്യ സേവനത്തിലേക്കും പ്രേരിപ്പിക്കുമെന്ന പ്രതീക്ഷയും നിലനിൽക്കുന്നു. ഒരു വ്യക്തിയുടെ ജന്മദിനത്തെ കേന്ദ്രീകരിച്ച് ആരംഭിക്കുന്ന പ്രവർത്തനം പിന്നീട് കൂടുതൽ വലിയൊരു സാമൂഹ്യ മുന്നേറ്റമായി മാറാനുള്ള സാധ്യതയും ഇതിലൂടെ തുറക്കപ്പെടുകയാണ്.
സെപ്റ്റംബർ 7-ന് മമ്മൂട്ടിയുടെ ജന്മദിനം എത്തുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരാധകർ ഒരുമിച്ച് ഒരു സന്ദേശം ഉയർത്താനാണ് ഒരുങ്ങുന്നത്. ആഘോഷങ്ങൾക്കൊപ്പം കാരുണ്യവും സേവനവും ഉണ്ടാകണമെന്ന സന്ദേശം. 17 രാജ്യങ്ങൾ, 40,000 രക്തദാതാക്കൾ, നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ. മമ്മൂട്ടിയുടെ പിറന്നാൾ ഇത്തവണ ഒരു താരത്തിന്റെ ജന്മദിനം എന്നതിലുപരി വലിയൊരു ജീവകാരുണ്യ പ്രസ്ഥാനത്തിന്റെ ദിനമായി മാറുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. 25,000 പേരുടെ രക്തദാനത്തിൽ നിന്ന് 40,000 പേരെന്ന വലിയ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഈ യാത്ര എത്രത്തോളം വിജയിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. എന്നാൽ ലക്ഷ്യം എത്ര വലുതായാലും അതിന് പിന്നിലുള്ള ആശയം അതിലേറെ വലുതാണ്. ഒരു താരത്തോടുള്ള ആരാധന മറ്റൊരാളുടെ ജീവിതത്തിന് സഹായമാകുമ്പോൾ ആ ആരാധനയ്ക്ക് ലഭിക്കുന്ന അർത്ഥവും അത്ര തന്നെ വലുതാണ്. മമ്മൂട്ടിയുടെ പിറന്നാളിൽ ലോകമെമ്പാടുമുള്ള ആരാധകർ കൈകോർക്കുമ്പോൾ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിരവധി പേരുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ വെളിച്ചമാകട്ടെ എന്നാണ് എല്ലാവരുടെയും ആശംസ.